ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട്. AR റഹ്മാന്റെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ഗായകൻ കണ്ണൂരിൽ നിന്നാണ്. അമൽ രാജ് എന്നാണ് പേര്. റഹ്മാന്റെ മലർകളെ എന്ന പാട്ട് അമൽ പാടി ഇൻസ്റ്റഗ്രാമിലിട്ടു. വൈറലായ പാട്ടിന്റെ കമന്റ് ബോക്സിൽ സാക്ഷാൽ AR റഹ്മാനെ കണ്ട് അമൽ ഒന്ന് ഞെട്ടി. റഹ്മാന്റെ മകൾ ഖദീജ റഹ്മാനും അഭിനന്ദിച്ച് കമന്റ് ഇട്ടിരുന്നു. ആദ്യം നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. மார்பில் ஒழிந்து கொண்டால் மாறும் அன்பு வரும், கூந்தலில் ஒழிந்து கொள்ள வரவா, என் கூந்தல் தெய்வம் தூங்கும் பள்ளியறைய, மலர் சூடும் வயது என்னை மறந்து போவதுதான் முறையாய், நினைக்காத நேரம் இல்லை காதல் ரதி ரதி, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதி, உன் சுவாசம் உன் மூச்சில் கருது, உன் வார்த்தையின் பேச்சில் 5-6 நூற்றாண்டு வாழ்வோ என் வாழ்வேவா. இது கருது இது பாடுவா பாடு. மலர்களே 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 ഇത് എന്നെ കനവാ. അതെ, അമൽ രാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഹായ് അമൽ, കേൾക്കാമോ? ഓ, കേൾക്കാം കേൾക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഇത് വൈറലായി, ആളുകൾ അങ്ങ് ഏറ്റെടുത്തു. ആദ്യം തന്നെ കാണുമ്പോൾ വൈകാരികമായി തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ കരയുകയാണ് ആ പാട്ട് കേട്ടിട്ട്. എന്തായിരുന്നു ആ ഒരു സാഹചര്യം? സത്യം പറഞ്ഞാൽ നോർമലായിട്ട് ഇങ്ങനെ അമ്മേനെ കണ്ടപ്പോൾ അമ്മയുടെ ഒപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോഴാണ് അമ്മ അപ്രതീക്ഷിതമായി കരയുന്ന കണ്ടത്. സാധാരണ അതായത് ഇതിലെ ഏറ്റവും വലിയ കാര്യം പറയാമെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ചേട്ടനും കൂടിയിട്ടാണ് ഈ ഒരു നിലയ്ക്ക് എത്തിച്ചത്. അപ്പം അവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും ആണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പം അതുകൊണ്ടായിരിക്കാം അമ്മ ആ പാട്ട് കേട്ടിട്ട് കരഞ്ഞത്. സോ സാറ് AR റഹ്മാൻ സാറിനെ ടാഗ് ചെയ്തിരുന്നു. അപ്പോൾ കമൻ്റ് ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആദ്യം സാറിൻ്റെ മോളായിരുന്നു കമൻ്റ് ഇട്ട്. ഐ എം റിയലി ഹാപ്പി. എന്താ പറയണ്ടതെന്നും കൂടി അറിയില്ല. അതെ, കാണുമ്പോൾ നമുക്കും കണ്ണു നിറഞ്ഞു പോകുന്ന ഒരു പാട്ടായിരുന്നു അത്. പിന്നെ നമ്മൾ ഈ പാട്ട് പാടുന്നവരും ചിട്ടപ്പെടുത്തുന്നവരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് AR റഹ്മാനെ പോലുള്ള ഒരു ലെജൻഡ് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക, AR റഹ്മാൻ അതൊന്ന് കേൾക്കുക എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പാട്ടുകൾ ഇടുമ്പോൾ AR റഹ്മാനൊക്കെ ടാഗ് ചെയ്യും. പക്ഷേ അദ്ദേഹം അത് കണ്ടുകൊള്ളണമെന്നില്ല, പ്രതികരിച്ചു കൊള്ളണമെന്നുമില്ല. പക്ഷേ അമലിൻ്റെ പാട്ടിന് AR റഹ്മാൻ പ്രതികരിച്ചു. AR റഹ്മാൻ മാത്രമല്ല, മകളും അതിനൊരു കമൻ്റ് ഇട്ടു. എന്തായിരുന്നു ആ ഒരു നിമിഷത്തെ അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ സത്യം പറഞ്ഞ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. പെട്ടെന്ന് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇത് സാറാണോ? ഞാൻ പിന്നെയും സാറിന്റെ അക്കൗണ്ട് ഇത് ഒറിജിനൽ ആണോ, കാരണം കുറെ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒറിജിനൽ ആണോ നോക്കി വെരിഫൈഡ് അക്കൗണ്ട് ആയിരുന്നു, ചെക്ക് ചെയ്തു. പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സാറ് മാത്രമല്ല, നമ്മളെ ഹരീഷ് രാമകൃഷ്ണൻ സാറും കൂടി കമന്റ് ഇട്ടായിരുന്നു. പിന്നെ ഋഷഭ് സാറ് കൂടി കമന്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹരീഷ് രാമകൃഷ്ണൻ സാറിൻ്റെയും ഫാൻ കൂടിയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയണ്ടേ അറിയില്ല. അമലിന്റെ ഈ പാട്ട് മാത്രമല്ല, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ തകർത്ത് ഓടുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാമോ? ഓ, പാടാം. മാർബിൾ ഇത് തന്നെ പാടിയാ പോരെ? ഇപ്പൊ വൈറലായ പാട്ട് തന്നെ മതി, ഇത് തന്നെ പാടാം. ഓക്കെ. மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா,
கூந்தல் தேவன் தோங்கும் பள்ளறையா மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா நினைக்காத நேரம் இல்லை காதல் ரதி ரதி உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் ரதி உன் சுவாசம் உன் மூச்சு உன் வார்த்தையில் பேச்சு 5-6 நூற்றாண்டு வாழ்வோ என் வாழ்வே வா மலர்களே மலர்களே இது என்ன கனவா மலைகளே മലകളെ അടിപൊളി. ഞാൻ അമലിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന അമ്മയും പാടും, മാത്രമല്ല അമലിനൊപ്പം ഇപ്പൊ അമ്മയും പാട്ട് പഠിക്കുന്നുണ്ട് എന്നൊരു കാര്യം കേട്ടു. ശരിയാണോ? ശരിയാണ്. അമ്മ പണ്ട് മുതലേ, കാരണം അമ്മ പണ്ട് മുതലേ നമ്മളൊപ്പം സംഗീതം പഠിക്കുന്നതാണ്. എൻ്റെ ചേട്ടനും 10 കൊല്ലം സംഗീതം പഠിച്ചാണ്. മെയിനായിട്ട് കീബോർഡ് വായിക്കുന്നതാണ്. ഇപ്പോൾ 10 കൊല്ലം സംഗീതം പഠിച്ചിട്ട് അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോയതുകൊണ്ട് ചേട്ടൻ സംഗീതം നിർത്തിയാണ്. പിന്നെ അച്ഛനും അത്യാവശ്യം പാടും. അമ്മ നന്നായി പാടും. നമ്മൾ ഒരുമിച്ച് ഇപ്പോഴും സംഗീതം ക്ലാസ്സിനൊക്കെ ഒരുമിച്ചാണ് പോകുന്നത്. അമലെ ബിരുദ വിദ്യാർത്ഥിയാണോ? ഈ കോളേജ് കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തുള്ള പരിചയമുണ്ടോ? ഞാൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുക. BA ഇംഗ്ലീഷ് ഗവൺമെൻറ് കോളേജ് കാസർഗോഡിലാണ് പഠിച്ചത്. അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഗസലിൽ ഫസ്റ്റാണ്. പിന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഫസ്റ്റാണ്. പിന്നെ വട്ടപ്പാട്ടിൽ 3rd ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, ഒരു തകർപ്പൻ പാട്ടുകൂടി ആയാലോ പ്രേക്ഷകർക്ക് വേണ്ടി? പാടാം. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. അന്നെന്റെ ഉൾചുണ്ടിൽ തേൻതുള്ളി നീ, ഇനി എൻ്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പലായി ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിത്രയിൽ പുണരാതെ നീ. അഴലിൻ്റെ ആഴങ്ങളിൽ ആർവൾ വാങ്ങിപ്പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ വീണു കിടക്കുന്നു നീ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാണ്. കൊള്ളാം. ഈ സിനിമാ രംഗത്ത് പിന്നണി ഗായകനാകാനാണോ ആഗ്രഹം? എന്താണ് ഒരു സ്വപ്നം? അത് തന്നെയാണ് ആഗ്രഹം. പിന്നണി ഗായകനാണ് അവനാണ് ആഗ്രഹം. പിന്നെ അതുമാത്രമല്ല, ഒരു പാട്ടിപ്പോൾ കമ്പോസിങ്ങിൽ നടുക്കെത്തിയിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം അതും കൂടി നന്നായി ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഒന്നും കൂടി മെൻഷൻ ചെയ്യാനുള്ള എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയാണ്. അവരും കൂടി എൻ്റെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ, ഇതുവരെ എല്ലാ പ്രോഗ്രാംസിന് പോവുകയാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും അവരും കൂടി ഉണ്ടായിരുന്നു ബാക്ക് സപ്പോർട്ടിന്. അതും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പാട്ടുകൂടി ആയാലോ? ഒരു തമിഴ് പാട്ട് പാടാമോ? തമിഴ് പാട്ട് പാടാം.
പാട്ട് പാടാം, ഒരു സെക്കൻഡ്. வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசுமே. நேற்று தேவையில்லை நாளை தேவையில்லை என்று இந்த நொடி போதுமே. வேறென்று விதை என்று வேதோவும் மழை என்று இதையெல்லாம் இவன் தோட்டம் பூ பூக்குதே. வாலென்று போலென்று வலிக்கென்று யுத்தமென்று இதையெல்லாம் இவனுக்குள் எனவெல்லது. இதயம் முழுதும் இருக்கும் இந்த தயக்கம் எங்கு கொண்ட நிறுத்தம். இதை அறிய எங்கு கிடைக்கும் விளைக்கும் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும். பூந்தளிர പൊളി പൊളി. എന്തായാലും അമലിന്റെ സ്വപ്നങ്ങളെല്ലാം സഫലമാവട്ടെ, വലിയൊരു ഗായകനായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓ റിപ്പോർട്ടർ ചാനലിനൊപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു. യെസ്.